അച്ഛന്റെ മുഖം മാറിയോ അല്ലേ? മൊത്തത്തിലൊരു മാറ്റം അല്ലേ? മാറി. ഞാൻ മണ്ണൊക്കെ വെച്ചിട്ട് വെച്ചു, അതുകൊണ്ടാ കണ്ണാടി വെച്ചേക്കുന്നുണ്ടാ. ഹലോ അമ്മ ലവ്ലി വിളിച്ചു. നിങ്ങളെ ലവ്ലിയെ കണ്ട, വൈഫിനെ കണ്ടു. ലവ്ലി എന്നാ വൈഫിന്റെ പേര്. ഭാര്യ ലവ്ലി അറിയുമോ? ബെൻസി അറിയാം, ബെൻസി ലവ്ലിക്ക് അറിയാമായിരിക്കും. പിന്നെ എന്നെ അറിയോ? സൂസനെ ലവ്ലിക്ക് അറിയാൻ വഴിയില്ല, ബൈജുവിനെ പിന്നെ അറിയാലോ. സിജി ഒന്നും അറിയില്ല. പിന്നെ ശരിക്കും അറിയാം. ഇല്ല ഞാൻ കണ്ടിട്ടില്ല. റോണി ജാട, അവള് കേറിയിട്ടുണ്ട്. റോണിയുടെ കസിന്. അതെ എന്നെ നോക്കുന്ന പണി അവൾക്ക്. ആണോ? എന്തുവാ സിജി? കേട്ടില്ല. സൂസനെ ഒട്ടും മാറിയിട്ടില്ല. നിങ്ങൾ ആരും ഒട്ടും മാറിയിട്ടില്ല, എല്ലാരും സെയിം തന്നെയായിട്ട് നിൽക്കുന്നത്. ഒത്തിരി വണ്ണം വെച്ചു. ബെൻസിയൊക്കെ വണ്ണം വെച്ചു, ശരിയാ. പിന്നെ മുഖം എപ്പോഴും കുഞ്ഞതാ, ചെറിയ മുഖമാ. അല്ല ഇപ്പൊ അല്ല പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഒരു ക്ലാസ് വെക്കാന്ന് വെച്ചാൽ എല്ലാരും യൂണിഫോം ഇട്ട് പോകാൻ രൂപമേ ഉള്ളു ഇപ്പോഴും. എടാ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മാറ്റി, ഇപ്പളാ സെറ്റിങ് ശരിയാക്കി. അയ്യോ പണിത് അവര് തീംസ് ഇട്ടതായിരുന്നു ഞാൻ. എന്താ കളി? ഇവിടെ താടിയെല്ലാം മൊത്തം നരച്ചിരിക്കുക, താടി മൊത്തം നരച്ചിരിക്കുക. മറ്റേ എന്താ ഒരു ഞാൻ എന്തോ പോയി ഡൈ അടിക്കാൻ, ഡൈ അടിച്ച് അലർജിയും വന്നു. ആ നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും നമ്മുടെ അവിടെ പോയി 200 രൂപ കൊടുത്താൽ അത് എ സിക്കകത്തിരുന്ന് നല്ലോണം അമ്മമാർ ചെയ്തു തരും. ഞാൻ ഷാമ്പു എടുത്തില്ല, ഈ താളി മാത്രം ഇട്ട് തല കഴുകുന്നേ. ചെമ്പരത്തിയുടെ അച്ഛനെ കണ്ടിട്ട് ഡൈ അടിക്കുമെന്ന് തോന്നുന്നല്ലോ. മീശയും താടി അല്ല, മീശയും താടി ഡൈ അല്ലേ? അല്ല എന്നെ നരയ്ക്കുന്നുണ്ട്, എന്റെ നരപ്പുണ്ട്. ഇവിടുത്തെ വെള്ളം ഇവിടുത്തെ ഇതെല്ലാം അല്ലേ നരപ്പുണ്ട്. മുടിയെല്ലാം പോയി. ഒന്നും വേണ്ട, എളുപ്പം നരയ്ക്കാൻ ബോംബെയിലെ വെള്ളത്തിലൊന്ന് കുളിച്ചാൽ മതി. ആ അത് തന്നെ, ബോംബെയിലെ ദുബായിലെ ക്ലോറിൻ കൂടുതലല്ലേ. അത് ഫോട്ടോഷോപ്പ് ചെയ്യണല്ലോ. അതാടാ ലത വന്നടാ. അയ്യോ അവക്കെന്തുവാ, നമ്മള് ആരാണ്ട് നമ്മളെല്ലാം പെണ്ണ് കാണാൻ ചെന്ന പോലെ.
ഒന്നുമില്ല, സിമ്പിള്. എടീ കണ്ടോ എന്താ ഇതിനകത്ത് എന്താ കുഴപ്പം വന്നു? ആ? എന്ത് കുഴപ്പം വന്നു? എന്താ കാണിക്കുന്നേ? എന്താ കാണിക്കുന്നേ? പിള്ളേരെ പിള്ളേരോടാക്കിയ സന്യാസിമാര് സന്യസിക്കാൻ ഇരിക്കുന്ന പോലെ അത് ഇരിക്കും. കട്ടാക്കി പോയി, വീഡിയോ ഓഫ് ചെയ്തു. അത് കുഴപ്പമില്ല, ഞാൻ എപ്പോഴേലും കാണുന്ന വീഡിയോ എടുക്കുന്ന കാഴ്ച പൈസ എടുക്കുന്നതിന്റെ മുമ്പ്. അല്ലടാ, ഞാൻ എത്ര പ്രാവശ്യം കടയിൽ വന്ന് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ സമ്മതിക്കുന്നത്, അവിടെ കിടന്നങ്ങ് അലയ്ക്കും. അവളറിയത്തില്ല ഞാൻ പോക്കറ്റ് വീഡിയോ ഓൺ ആക്കിയിട്ടിട്ട് ഞാൻ അവളെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. നെബുവേ, എന്തോ ഡാ നെബു എന്തി കേൾക്കുന്നില്ലയോ? നെബുവേ, അല്ല നെബു എന്തി? നെബു പോയോ? എടാ എന്നാ നിങ്ങൾ പോകുന്നത് ഞാനിങ്ങനെ കേട്ടു. എങ്ങനെ എന്നാ പോകുന്നേ? ഏ? 3-5 മാസം കൂടെ എടുക്കും. ആഹാ, ഇങ്ങനെ ഞാൻ അറിഞ്ഞായിരുന്നു. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിനക്ക് എന്താ ഇത്ര നാണം എന്താ? ആർക്കാ? നെബുവിന്. അയ്യോ, നെബുവിനല്ല, ലതയ്ക്ക്. അല്ല, അവൻ നെബുവിന്റെ വീഡിയോ ഓൺ ആകുന്നില്ല, അതാ. അതാ അച്ഛാ, നമ്മുടെ ഇപ്പൊ ഇത് നീ നിന്റെ സെറ്റിംഗിൽ പോയി ആ ക്യാമറ ആക്സസ് കൊടുക്കുക, അതുകൊണ്ടായിരിക്കും. അതാ അച്ഛാ, അതിന്റെ സെറ്റിങ്ങിൽ ആ പെർമിഷൻ കൊടുക്കണം, അലോ ചെയ്യണം. ഇതാ മാറി കഴിഞ്ഞാൽ കട്ടായി പോകും ചിലപ്പോ. കഴിഞ്ഞൊക്കെ പോയോ? ഷൈജി പോയെന്ന് തോന്നുന്നു. രണ്ടാമത്തെ ഇത് കയറിയില്ല. ഷൈജുവിനോട് ഒറ്റയ്ക്ക് പോണോ? എനിക്ക് നെറ്റ് ഇല്ലാന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടേക്കുന്നു ഗ്രൂപ്പില്. അതാ പറഞ്ഞ ഓരോരുത്തർക്ക് ഇത് ഓരോ ഏരിയ തിരിച്ചുള്ള പരിപാടിയാണ്. അല്ല മുമ്പേ ഉണ്ടായിരുന്നല്ലോ. എന്തായാലും ഇത്രയും പേർക്ക് കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റിയല്ലേ, അത് തന്നെ വലിയ സന്തോഷം ഇല്ലേ? അത് തന്നെ, തീർച്ചയായും. എനിക്ക് കുറെ നാളുകൊണ്ടുള്ള ഒരു വിഷമമായിരുന്നു എന്റെ ബെൻസി. ഞങ്ങളുടെ ഇവിടെ ഉള്ള എല്ലാ കൂട്ടുകാരികളുടെയും ഇവർക്കൊക്കെ എല്ലാം ഗ്രൂപ്പ് ഉണ്ട്. അവരൊക്കെ ഭയങ്കര വെളിയും പറിച്ചില്ല, അവരൊക്കെ എല്ലായിടത്തും കൊണ്ടുപോകും. അല്ല നമുക്ക് ഭയങ്കര സ്നേഹമാണ്. അല്ല നമുക്ക് ഇപ്പൊ ഓർക്ക് ദൈവമേ നമ്മുടെ മാത്രം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആയി പോയി. ആരും വിളിക്കുന്നുമില്ല, പറയുന്നുമില്ല, മിണ്ടുന്നുമില്ല. അല്ല നമുക്ക് ഈ കാലത്തിന് അനുസരിച്ചുള്ള ടെക്നോളജി വെച്ച് ഇത് കണ്ടിന്യൂ ചെയ്യാന്ന് തോന്നുന്നു, അല്ലേ? ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? പുറകെ ഉണ്ടെന്ന് സിജിക്ക് ധൈര്യത്തോടെ പറയാം. ക്ലാസ് മീറ്റിംഗ് അവിടെ വീടിന്റെ വാർപ്പ് കഴിഞ്ഞു, അവിടെ ക്ലാസ്മേറ്റ്സിനെ കിട്ടിയത്. സത്യമാണ്. അതൊക്കെ ഒരു നല്ല എനിക്കിനി എല്ലാവരോടും ഒന്ന് പറയാൻ, എന്റെ കൂട്ടുകാരെ എല്ലാം ഞാൻ ഒന്ന് കണ്ടെന്നൊക്കെ. ലത മൈക്ക് ഓൺ ചെയ്യും, എന്നാലും സംസാരിക്കുന്നത് കേക്കത്തുള്ളൂ. ലത ഒന്നും മൈക്ക് എന്തേലും പറയുന്നുണ്ടോ? അറിയത്തില്ല, ഓഫ് ചെയ്തായിരിക്കും. റെഡാ കിടക്കുന്നതായ. ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് കൂട്ടണമെന്ന് ആരെങ്കിലും വിചാരിച്ചതാണോ? അല്ല, ഈ 2025 ഇങ്ങനെ എല്ലാരും കൂടെ കാണുമെന്ന് വിചാരിച്ചതാണോ? ഇത് പിന്നെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നില്ല, പിന്നെ സ്റ്റാർട്ട് ആവാൻ കാരണം ബൈജു ആണെങ്കിൽ അന്ന് ഒരു ബാൻഡ് സെറ്റിന്റെ ഇതിന്റെ ഒരു മെസ്സേജ് അയച്ചു, അതോട് പിന്നെ ഇതായത് ഇല്ല ബൈജു. ശരിയാ. അങ്ങനെ ബെന്നിയുണ്ട്, റോണിയുണ്ട്. എന്താ പറ്റിയതാ സൂസ? അറിയത്തില്ല, റോണി തിരക്കായിരുന്നു, നൈറ്റ് ഡ്യൂട്ടി മിക്കവാറും ചെയ്യുന്നു, അതുകൊണ്ടായിരുന്നു. ആണോ? സൂസനുമായിട്ട് കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ? എന്നോട് ഇല്ല, കഴിഞ്ഞ വർഷം വന്നപ്പോ ഞങ്ങള് കണ്ടായിരുന്നു, അല്ലാതെ കോണ്ടാക്ട് ആയിട്ട് അങ്ങനെയാണ്. ഞാനും അവിടെ പോയി കണ്ടു, പക്ഷെ പിന്നെ കുറെ നാളൊക്കെ കഴിഞ്ഞ ദിവസം അച്ഛാ നമ്മുടെ ബിനു ഇവരെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. ബിനുവിനാ തോമസ്. അവളെന്നോട് ഞാനോട് അവള് മെസ്സേജ് അയക്കാറുണ്ട്.
മസ്കറ്റ് ഇപ്പോൾ പോയത്. പിന്നെ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ അന്ന് മസ്കറ്റിലുള്ളപ്പോൾ അന്ന് വീട്ടിലൊക്കെ അവർ എന്നോട് പറഞ്ഞ ബിനു എനിക്ക് അവള് ബിരിയാണി എന്നോട് പറഞ്ഞ അന്ന് അൽക്കോറെല്ലാം കൊണ്ടുള്ള അപ്പോൾ എന്നോട് പറഞ്ഞ അന്നേരം അല്ലേ ഞാൻ സരാല വന്ന് എയർപോർട്ടിൽ വന്ന് കണ്ടത്. പക്ഷെ നമ്മുടെ കൂടെ CMS പഠിച്ചാണ് അല്ലല്ലോ? അല്ല, അല്ലല്ലോ, നമ്മുടെ കൂടെ ഇവിടെ MTLP ഉള്ളായിരുന്നല്ലോ, 5ാം ക്ലാസ് വരെ ഉള്ളായിരുന്നല്ലോ. പിന്നെ സെൻറ് മേരീസിലായിരുന്നല്ലോ. അന്ന് ബിനു എന്നോട് ഇന്ന് ഞാൻ മസ്കറ്റിലുള്ളപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞ എടാ മോൻസിയാച്ചൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഞാൻ അങ്ങനെ അറിഞ്ഞത്. നമ്മുടെ ചന്തയില് ചായക്കട നടത്തിക്കുന്ന ഒരു മാപ്പിച്ചാനെ ആ മാത്തുച്ചാൻ്റെ അനിയൻ്റെ മോൻ സജു ഉണ്ടല്ലോ. സജു അവനിപ്പം ദുബായിലുണ്ടല്ലോ. ഏതാ വിദ്യ മരിച്ചു പോയില്ലേ? ആ വിധു ആ അല്ല, മൂത്ത ആളാ മരിച്ചത്, ഇളയാളാ വിദ്യ. ആ ടിൻസാ, അത് തന്നെ ആ അറിയാം. അത് തന്നെ, ഒരാൾക്ക് വലിയ വണ്ണവും അത് തന്നെ. ആ കണ്ടാ വ്യത്യാസം. ആ അതന്ന് അയ്യോ അതിനൊക്കെ അത് അന്ന് കൊറോണ സമയത്ത് കൊറോണ ആയിരുന്നടാ. അല്ലല്ല, കൊറോണ ഏതാണ്ട് ഇതായി. ഗോകുലം ഗോപാലിൻ്റെ ഹോസ്പിറ്റലിൽ നേഴ്സായിരുന്നു. ഗോകുലം ഗോപാലിൻ്റെ വെഞ്ഞാറമൂട്ടിലുള്ള മെഡിക്കൽ കോളേജ് നേഴ്സായിരുന്നു അവള്. അവിടെ വെച്ച് കൊറോണ ഏതാണ്ട് വന്നു. അവിടെ നേഴ്സായിരുന്നു അവൾ നേരത്തെ സൗദിയിൽ കുറേ നാളുണ്ടായിരുന്നല്ലോ. സൗദി ഉള്ളപ്പോൾ എന്നെ, ഞാൻ മസ്കറ്റിലുള്ളപ്പം സൗദി വെച്ച് എന്നെ കോൺടാക്ട് ചെയ്യുമായിരുന്നു. ആ അത് തന്നെ, ഞാനുമായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്നു. ആ പിന്നെ മുത്തൂറ്റ് OT-യിലുണ്ടായിരുന്നു. ആ സജു ദുബായിലുണ്ട്. പിന്നെ അവരുടെ ഒരു ചേച്ചിയൊക്കെ നവോദയായി പഠിച്ചത്. ആ അത് തന്നെ, സിച്ചി കഴിഞ്ഞ ദിവസം കടയിൽ വന്നായിരുന്നു. സജുവിന്റെ ചേച്ചി, സജുവിന്റെ ഒരു ചേച്ചിയുണ്ട്. ആ ചേട്ടൻ മരിച്ചു, സന്തോഷം മരിച്ചു പോയല്ലോ. ആ സിച്ചി ഇപ്പം കോട്ടയത്ത് കല്യാണം കഴിച്ചേക്കുന്നത്, പാമ്പാടിയോ അവിടെ കാണും. ആ സിച്ചിയോ? സീനിയർ, അത് തന്നെ. എടാ GP ആഷിലിയുടെ കോണ്ടാക്ട് വല്ലതും ഉണ്ടോടാ? അവൾ MOH റിസൈൻ ചെയ്ത് പോയാ? നമ്മുടെ കൂടെ പഠിച്ച ഒരാളാണ്. നേരത്തെ ഒക്കെ ഗ്രൂപ്പ് വലിയ ആക്റ്റീവായിരുന്നു. ആശിരി ഫോട്ടോയ്ക്കകത്തിൽ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്നു. എനിക്ക് തന്നെ മോളിമാമയുടെ ഒക്കെ സൈഡിലും കണ്ടവള് നിൽക്കുന്നെന്ന് തോന്നുന്നു. ടീച്ചർ പണ്ടനെ അടിച്ച് 5 അടി എന്റെ കാലിന്റെ പുറയിൽ ഒരു എനിക്കത് പിന്നെ 2-3 വർഷം കൂടെ കിടപ്പുണ്ടായിരുന്നു. എന്നെ കിരാതമായ അടിയായിരുന്നു പുള്ളിക്കാരി അടിച്ചോണ്ട്. അത് കഴിഞ്ഞ ദിവസം ഇന്ന് ഓർക്കുമ്പോഴേ പഠിപ്പിച്ചത് അതിന്റെ 2 ലൈൻസ് ഞാൻ ഇപ്പോഴും പഠിച്ചില്ല. ബുക്കത്തി വാഷിംഗ്ടന്റെ ചൈൽഡ് ബുക്കത്തി വാഷിംഗ്ടൺ എന്നോത്തിനൊക്കെ പഠിച്ച തിരുവനന്തപുരം മാത്രമേ പഠിച്ച ജീവിതത്തിൽ ഒരു ഉപകാരമുണ്ട്. അതെ, ശോശാമ്മ ടീച്ചറിന്റെ കാര്യം കഴിഞ്ഞ ദിവസം ലിസിലി പറഞ്ഞായിരുന്നല്ലോ. ഇതുവരെ മറന്നിട്ടില്ല. എത്ര വർഷം മുന്നേ
വാങ്ങിച്ചതാ. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇവിടെ? അയ്യോ ശോശാപ്പൻ ടീച്ചർ എന്നെ ഒരു 3-4 അടി കിട്ടി. എത്ര വർഷം എനിക്ക് എത്ര അടി കിട്ടിയിട്ടുണ്ട്? ടീച്ചർമാരില്ലാത്തപ്പോ നമ്മളെ എല്ലാരും കൂടെ ചേർന്നിട്ട് ക്ലാസ് അല്ല അന്ന് അസംബ്ലിയിൽ ലേറ്റ് ആയി വന്നാൽ കിട്ടുമായിരുന്നു. അത് കഴിഞ്ഞ് കുറെ നാൾ ആ ട്രോമായി ഞാൻ ഞെട്ടി ഉണക്കുമായിരുന്നു രാത്രിയിലൊക്കെ. 8, 2, 3 ഒക്കെ 8:30 ആകുമ്പോ ടീച്ചർ വരും. 8:45 ക്ലാസ്സിനല്ലെങ്കിൽ വാഗമരത്തേലെ ചുമന്ന പൂക്കൾ നോക്കി നമ്മളിങ്ങനെ വളരെ റൊമാൻറ്റിക് പുള്ളിക്കാരി അടിയോടെ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ വസന്തകാലങ്ങളെ ഇല്ലാതാക്കിയ അല്ലെ അടികളാണ്. അച്ഛൻ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്നായിരുന്നു ഒരു മീറ്റിങ്ങിന്. ചെയ്യാൻ പറ്റുമോ? എന്തോ ബഹുമാനോ എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതില്ലല്ലോ. അത് ശരിയാ, കറക്റ്റ്. ശോശോമൻ ടീച്ചറിനെ വിളിച്ചു, എനിക്കൊരു സാരിയൊക്കെ കൊണ്ടു തന്നു. പൊട്ടിയിരും എല്ലാം അന്നേരം പറയുകയും ചെയ്തു. വനിതയ്ക്കകത്തൊക്കെ ഇത് പാചകത്തിന്റെ ഇത് ടീച്ചർ ഇടത്തില്ലായിരുന്നു. കോഫി ഡിലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്തുവായിരുന്നടി ഇപ്പൊ ആ ഭാവമൊക്കെ ഓർത്തു പോകും. അല്ല ടീച്ചർക്ക് ഇപ്പോഴും നമ്മളെ കാണുമ്പോൾ വലിയ സന്തോഷം കേട്ടോ. ഭയങ്കര സോഫ്റ്റ് അല്ലേ, നമ്മളെപ്പോഴും പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കത്തില്ലായിരുന്നു. ഞാൻ പിടിച്ച് ടീച്ചറിന്റെ കയ്യെ പിടിച്ച് ഇങ്ങനെ ഞെക്കുമായിരുന്നു. ശോശാ മോമൻ ടീച്ചറിന്റെ കൈ ഭയങ്കര സോഫ്റ്റാ. അല്ല ഇപ്പോഴും മാർച്ച് നാട്ടിൽ വന്ന വത്സൻ സാറിനെ കണ്ടായിരുന്നല്ലോ വെച്ച്. നഖത്തിന്റെ മണ്ടയിൽ അടിച്ച വേദന ഇപ്പോഴും എനിക്കുണ്ട്. ഞാൻ പിള്ളേരോട് എപ്പോഴും പറയും, ഞാൻ എന്റെ പിള്ളേരോട് എല്ലാം പറയും, ഞങ്ങളെ നഖത്തിന്റെ മണ്ടയിലായിരുന്നു അടിക്കുന്നത്. ആണുങ്ങളെയൊക്കെ തുടക്കായിരുന്നു അടിക്കുന്നത്. എല്ലാരിലും ഏറ്റവും അടി അലക്സാണ്ടർ കോശി സാറാ. ആ പുള്ളിയുണ്ടോ ഇപ്പം? ആ സാറുണ്ടോ ഇപ്പം? പോയോ? സാറ് മരിച്ചിട്ട് ഇപ്പം 10-12 വർഷമായി. ജോൺ മത്തായി, ജോൺ തോമസോ ജോൺ മത്തായോ? അത് തന്നെ അത് തന്നെ, പുള്ളിയും മരിച്ചു പോയി. ആ വരുന്നുണ്ട്, അതുകൊണ്ടാണ് തോന്നുന്നു. ആ ആ നമ്മൾ പറയുന്ന കരടി കരടി. ഒന്നും എനിക്ക് കേൾക്കുന്നില്ല. പിന്നെ രണ്ടുപേരും പോയി. അവര് 15 ദിവസത്തിന് വ്യത്യാസമായിട്ട് ഇനി നമ്മളെ കൊച്ചു സ്കൂളിൽ പഠിപ്പിച്ച മോളി ടീച്ചറേ ഉള്ളൂ. പിന്നെ മരിച്ചുപോയി നേരാണോ? ഏതാ? ആ ലീലാമ്മ ടീച്ചറെ. ലീലാമ്മ ടീച്ചർ മരിച്ചു പോയെന്ന് നല്ല ആരോ നമ്മുടെ അച്ഛനറിയാമായിരിക്കും. ഒരു അച്ഛൻ്റെ കൊച്ചമ്മയില്ലായിരുന്നു കോഞ്ചേരി പള്ളിയിൽ നമ്മളെ പഠിപ്പിക്കും. ആ അതെ, അതിനെ ഞാനും അത് അറിഞ്ഞായിരുന്നു. നമ്മുടെ വെല്ലോറമ്പിയിലെ അച്ഛാ മരിച്ചു പോയില്ലേ, റോയിച്ചാനോ? ജിജിച്ചാൻ. അതെയാ? ജിജിച്ചാൻ മരിച്ചപ്പോഴ് ലീലാമ്മ ടീച്ചറൊക്കെ വന്നായിരുന്നു. അന്നേരം പറഞ്ഞു അച്ഛൻ മരിച്ചു പോയത്. അന്നേരം ടീച്ചറിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അന്നേരം നിന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയ. പിന്നീട് ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്കാരാണ് പറഞ്ഞു ടീച്ചർ മരിച്ചു പോയത്. ഞാൻ അറിഞ്ഞില്ല. പിന്നെ നമ്മളെ 6-ലും 7-ലും പഠിപ്പിച്ചില്ലേ അവര്? UP സ്കൂൾ. പഠിക്കത്തില്ലായിരുന്നു, കിഴുക്കായിരുന്നു. എന്ത് കിട്ടുണ്ടോ അതിലും പിച്ചുന്ന നമ്മുടെ മോൾ ടീച്ചറാണ്, ജീമാമയുടെ ജീച്ചാൻ്റെ അമ്മ, ബേസാറിൻ്റെ ഭാര്യ. അയ്യോ
പല്ലെങ്ങാണ്ട് ഇങ്ങനെ എങ്ങാണ്ട് വെച്ചിട്ട ഒരു നമ്മളെ ഞെരടുന്നേ ഉം. ഇങ്ങനെ പഠിക്കാൻ പോകാൻ ചോദിച്ചോണ്ട് ഇങ്ങനെ ഒരു മുഖത്തോട്ട് ഒരു വെപ്പും വയ്യ തീരെ വയ്യ കൂനി മോളി ടീച്ചർ അങ്ങ് കൂനി അങ്ങ് ആ നടക്കാം. ആ ശരിയാ. മോളി ടീച്ചർ അങ്ങ് കൂനി നമ്മളെ പഠിക്കുന്നതല്ലേ പ്രായം. ഏതാ? ഞങ്ങളുടെ നമ്മുടെ കുരിക്കാലുള്ള സൈമൻപൂരിനെ ശരിക്കും ഇവരെല്ലാം പോയി കണ്ടായിരുന്നു. ആ അതാ ഇന്ന് മോൻസി ഫോട്ടോ ഇട്ടത്. അത് പഴയ ഫോട്ടോയാ. ഫേസ്ബുക്കിൽ കിടന്നു. ഞാൻ താമസിക്കാൻ കെമേ ടീച്ചറെ കാണാൻ പോണെന്ന് വെച്ചിരിക്കുക. അല്ല നിങ്ങളുടെ അടുത്താന്നല്ലോ. കുറച്ച് പോയാൽ മതി. ആ കെമേ ടീച്ചറെ കൊല്ലം എവിടാ കലിഞ്ഞൂര്. കലിഞ്ഞൂര് അത് തന്നെ. നമ്മളെ പഠിപ്പിക്കും അത് തന്നെ ആ. മഞ്ജു ബാംഗ്ലൂരാന്ന് തോന്നില്ലേ? ബഞ്ചു ഡൽഹിയോ മദ്രാസ്. മദ്രാസിലാ. അച്ഛാ അന്ന് അവിടെ ഒരു പയ്യൻ വരത്തില്ലായിരുന്നു, ഒരു കൊച്ചു ചെറുക്കൻ വരത്തില്ലായിരുന്നു നമ്മുടെ സ്കൂളില്. ടീച്ചറിന്റെ ആങ്ങളുടെ മോനാന്ന് പറഞ്ഞ ടീച്ചർ. ആ പയ്യൻ ഞങ്ങളുടെ അക്കരെ, ഞങ്ങളെല്ലാം ഒരു പള്ളിക്കാരാ. ഞങ്ങളുടെ പള്ളിയിലാ, ഞങ്ങളെല്ലാം ഒരു പള്ളിക്കാരാ. ആ വിവരങ്ങളെല്ലാം അറിയും. ഞാൻ കഴിഞ്ഞ ദിവസവും ഞാൻ എന്താ മൊളിമാമയോട് ചോദിച്ചു, ടീച്ചർ എന്ത് അവിടെ ഉണ്ട് സുജി, കൊച്ചിന്റെ അടുത്ത് പോകത്തേ ഇല്ല, മഞ്ജു അങ്ങ് വിളി അങ്ങ് വാന്ന് പോകത്തില്ല. വേലക്കാരിയുണ്ട്, വേലക്കാരിയും ടീച്ചർ മാത്രമേ ഉള്ളൂ അവിടെ. എന്നിട്ട് അങ്ങ് വിളിച്ചാ മതി. അവളെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുക. ആണ്ടോ അവളാ മിടുക്കി. അവള് കണ്ട് കൊതി തീർത്ത കേട്ടോ, എല്ലാരും ഒന്ന് കണ്ടവളെ. ഞങ്ങൾക്ക് തീരെ നിന്നെ കാണാൻ ഞങ്ങൾക്ക് തീരെ സന്തോഷം ഇല്ലേ? നീ ഒന്ന് കാണാം. അതല്ല ഈ ലത ഉള്ളതുകൊണ്ടുണ്ടല്ലോ ഗ്രൂപ്പിൽ പിന്നെ പന്നി കയറത്തില്ല കേട്ടോ. രാത്രി അവൾ അവിടെ നോക്കിയിരുന്നോളൂ. അതല്ലടാ പറഞ്ഞേ ഗ്രൂപ്പില്. നാട്ടുകാർക്ക് കടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല പറഞ്ഞ രാത്രി ചിരി കേട്ടത്. അമ്മയും മക്കളും കൂടെ ഭയങ്കര ചിരിയാ. അവള് തന്നെ പറഞ്ഞ ഇല്ലേടി മേരിമോള് ഓൾറെഡി ഡ്യൂട്ടിയാന്ന് പറഞ്ഞല്ലോ, സമയം ഉണ്ടെങ്കിൽ കയറാന്ന് പറഞ്ഞല്ലോ. ഞാനല്ലേ ഇവിടെ സംസാരിക്കുന്നത്. ഗ്രൂപ്പിൽ കിടന്ന് അലക്കുന്നുണ്ടോ? വീട്ടില് ഇപ്പൊ ഇവിടെ നിന്നിട്ട് ഉണ്ടായിരിക്കുന്നത് എന്താണോ ചോദിക്കുന്നത്? നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് കണ്ടാ മതി. ആ അത് കൊള്ളാം. ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ട് കണ്ടില്ലല്ലോ. ആ ശരിയാ ഞാൻ എപ്പോഴും വൈഫിനെ കാണുന്നുണ്ട്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ലത എങ്ങനെയാണെങ്കിലും കാണും കേട്ടോ. ഞാൻ കോഴഞ്ചേരി പോകുന്ന വഴിക്ക് എങ്ങനെയും എവിടെയെങ്കിലും വെച്ചൊക്കെ കാണാൻ വന്നു കഴിഞ്ഞാലും കാണാം. പക്ഷെ ഇപ്രാവശ്യം ബൈജു പറയുന്നല്ലോ അതാ പറക്കെന്തള്ളയെ വരുമെന്ന്. ഈ പ്രാവശ്യം അവന്റെ കടയുടെ ഫ്രണ്ട് കൂടെ വന്നിട്ട് ഞാൻ അനങ്ങിയില്ല. നീ ആ ഫോൺ കൊണ്ട് വെച്ചേക്കുന്നേ ദൂരെ നിന്നങ്ങാണ്ട് ബൈക്കിൽ കൂടെ പറയുന്നത് അല്ല അച്ഛാ ഇപ്പം നമ്മുടെ ജോസ്റ്റാന്റെ വീടിന്റെ പുറയിലാ വീട് വെച്ചേക്കുന്നത്. നമ്മുടെ ഡോക്ടർ ജോസ്റ്റാനില്ലേ? മുഖം കൂടെ മാറിപ്പോയി. എന്റെയോ? പ്രായമായടി, 10 വയസ്സായി. വാർദ്ധക്യമൊക്കെ ആയില്ലേ? വാർദ്ധക്യത്തിലേക്ക് കടന്നല്ലോ നമ്മളൊക്കെ. 27 വയസ്സായതേ ഉള്ളൂ. സത്യം 80 ഉണ്ടെങ്കിൽ 80 വരെ പോയാലേ ഉള്ളു കേട്ടോ. നമ്മുടെ ഒന്നും ജനറേഷൻ 80 ഒന്നും പോകും. അതാ ഞാനും പറയാൻ വന്നത്, നമ്മുടെ ഒന്നും തലമുറയൊന്നും 80 ഒന്നും പോകത്തില്ല, അതിന് മുമ്പേ പോകും. അജിനാമോട്ടോ ജനറേഷൻ ആയതുകൊണ്ട്. അല്ല അജിനാമോട്ടോ ഇല്ല, ഫാസ്റ്റ് ഫുഡ്. അതെ ഫാസ്റ്റ് ഫുഡിന്റെ കാലമാണ് നമ്മളൊന്നും.
ഞാൻ പറഞ്ഞ എല്ലാം കണക്കാ, അജിനാമോട്ടയും ഫാസ്റ്റ് ഫുഡും എല്ലാം കണക്കാ. അതെ 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 അതെ. കടയിലോട്ട് വന്നാ മതി, കപ്പയും ചക്കയൊക്കെ തിന്നാ മതി. തിന്നുന്നത് മുഴുവൻ ജിജി വിഷം. എന്തുവാടാ? ബൈജുവിന്റെ കടയൊക്കെ എങ്ങനെ പോന്നു? കുഴപ്പമില്ല സൂസ, ഇങ്ങനെ പോന്നു. ഒന്ന് ഞായറാഴ്ച അതുപോലെ തന്നെ ബേക്കറിയും പിന്നെ മറ്റേ ഇതൊക്കെയാണോ? അത് തന്നെ പഴയതുപോലെ തന്നെ, അത്രേ ഉള്ളൂ. നമ്മൾ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് യാതൊരു പ്രയോജനം. നമ്മൾ ഗ്രാമപ്രദേശമല്ലേ, വെറുതെ ഡെഡ് മണിയായിട്ട് പോകാന്നേ ഉള്ളൂ. വേറെ കോഴിക്കോട്ടിലെ വല്ലതും ഇട്. അയ്യോ മോളെ, ഞാൻ നോക്കിയതാ, 20 ലക്ഷം രൂപ ഡെപ്പോസിറ്റ്, 25,000 40,000 വാടക. ആവുമ്പോടാ പിന്നെ ബെൻസി എന്ത് ഇതിന്റെ കുഞ്ഞാണോ അങ്ങ് പോയോ? വിൽസി വീഡിയോ ഇല്ലെന്ന് തോന്നുന്നു. അവക്കൊരു കോള് വരുന്നെങ്ങാണ്ട് പറഞ്ഞായിരുന്നല്ലോ. റെഡാ കിടക്കുന്നത്. അച്ഛാ ഇത് ഐഫോൺ ഏതാ അച്ഛാ ഇരിക്കുന്നത്? 11 Pro ആണോ മാക്സ് ആണോ? ഇതെടാ എന്റെ ഇരിക്കുന്നത് എന്തുവാ, 14 പ്രോ അല്ല 14 അങ്ങനെ കണ്ടോ? ഇപ്പം ഞാനിപ്പോഴാണ് നോക്കി ഐഫോൺ എന്ന് പറഞ്ഞ് ഇതൊക്കെ കാണിച്ചത്, അതാ ഞാൻ ചോദിച്ചത് ഏതാണെന്നുള്ളത്. അങ്ങനെ കാണിക്കുന്നുണ്ടോ? ആ അങ്ങനെ കാണിക്കുന്നുണ്ട്, ഐഫോൺ എന്നാണ് പറഞ്ഞത് കാണിക്കുന്നത്. ഐഫോൺ 10 എന്ന് പറഞ്ഞ്. എന്നാ അതായിരിക്കും, ഇതൊക്കെ ആർക്കറിയാം. എന്നാ എനിക്കിതൊന്നും കാണുന്നില്ല. ആ പേര് ആഡ് ചെയ്തിട്ട് കയറിയാൽ പോരായിരുന്നോ? ആ സിസ്റ്റത്തിൻ്റെ പേരാ കാണിക്കുന്നത്. ഓ, അപ്പൊ എന്റെ പേര് കാണിക്കുന്നില്ലേ? ഇല്ല ഐഫോൺ 10 എന്നാണ് കാണിക്കുന്നത്. ഇന്ന് മനോരമക്കാർ പറഞ്ഞ ആരാണ്ട് ഒരു റിയൽമി ഫോണും കൊണ്ട് ആരോ വന്നായിരുന്നോ, പിന്നെ ഒരു റെഡ്മിയും ഉണ്ടായിരുന്നല്ലോ. ഇന്ന് പേര് മാറ്റിക്കുന്നത് സെറ്റിങ്ങിനകത്ത് കയറി പേര് മാറ്റണം അല്ലേ? ആ സെറ്റിങ്ങിനകത്ത് ആ പേര് മാറ്റണം. സുമിനകത്ത് അങ്ങനെ ആഡ് ചെയ്താലും വരും, അല്ലെ സെറ്റിങ്ങിൽ അതാ പേര് മാറ്റി കൊടുക്കണം, നമ്മുടെ പേരാക്കണം. അല്ല അത് കുഴപ്പമില്ല, ഞാനത് ചോദിച്ചത് 11 മാക്സ് ആണോ പ്രോ ആണോ എന്ന് അറിയാനാണ് ചോദിച്ചത്. ഇപ്പം പേരാക്കി. ആരാ? ആദ്യം എന്റെ അച്ഛാ അത് കയറിയപ്പോൾ അത് ഗൂഗിൾ സൈൻ ഇൻ ചെയ്താൽ കയറിയാൽ മതിയായിരുന്നു. ഗൂഗിൾ സൈൻ ഇൻ ചെയ്ത് കയറുമ്പോൾ കുഴപ്പമില്ല. അന്നേരം യൂസർ നെയിം ചോദിച്ചില്ലയോ? അതെ, പിന്നെ പാർട്ടിസിപ്പന്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ലേ അച്ഛൻ? പാർട്ടിസിപ്പൻസ് കാണത്തില്ലേ? ഞാൻ നോക്കില്ല സുസന, ഞാൻ ആക്ച്വലി നമ്മുടെ അതിന് താഴെ നോക്കുമ്പോ പാർട്ടിസിപ്പൻസ് കാണാം. അന്നേരം അതിനകത്ത് മീന്ന് പറഞ്ഞ് കിടക്കത്തില്ലേ? അവിടെ മാറ്റിയാ മതിയോ? ക്ലിക്ക് ചെയ്യുമ്പോ റീനെയിം വരും. നോക്കിയാണേ വരുന്നോണ്ടേ ഞാൻ കൊടുത്തു. വന്നു. അന്നേരം സൂസൻ്റെ ഇരിക്കുന്നത് ഐഫോണാ. എന്റെ ഐഫോണാ ഇരിക്കുന്നത്. അതെ, ബൈജുവിന് പെട്ടെന്ന് എല്ലാം ക്ലിക്ക് ആവും. അല്ലടാ അല്ലയോ അല്ല അച്ഛാ, എൻ്റെ ഇത് ഐഫോൺ ഒരെണ്ണം ഇരിപ്പാണ്, ഞാനിത് യൂസ് ചെയ്യുന്നത് വെറുതെ ഇവിടെ വെച്ചേക്കാം. എനിക്കൊരാൾ ഫ്രീ ആയിട്ട് കൊണ്ടു തന്ന 11 പ്രോയാ. ഞാൻ 2 പ്രാവശ്യം യൂസ് ചെയ്തത്. എനിക്ക് ആൻഡ്രോയിഡ് തന്നെയേ പറ്റത്തുള്ളൂ. ഹസ്ബൻഡ് വിളിച്ചു, അന്നേരം സ്കൂൾ മീറ്റിംഗ് ആന്ന് പറഞ്ഞ അവൻ എടുത്തിട്ട് ചാമ്പൂല്ലോ. നീ വന്നിട്ട് എടുത്തില്ലെങ്കിൽ സ്വാഭാവികമല്ലേ, ആളുകളല്ലേ. തന്നെയാണ് താമസിക്കുന്നത് ഇവിടെ ആഷ്ലി ആയിരുന്ന സമയത്ത് ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. എന്റെ അച്ഛന് ഒരു കുഴപ്പമില്ല, അങ്ങനെയാന്ന് പറഞ്ഞാ പോയത്. പക്ഷെ അങ്ങ് എന്ത് കഴിഞ്ഞിട്ട് നമ്പറും ഇല്ല, പൊടിയില്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥയായി. അവള് റിസൈൻ ചെയ്തല്ലേ പോയെ? നമ്പറില്ല. ആണോ റിസൈൻ ചെയ്താ പോയത്? എംഒച്ചിലായിരുന്നു. ബൈജുവിന്റെ പുറയിലൊന്നും ഒന്നുമില്ല. ആണോ?
ഉണ്ട് ആശ്ലിക്ക്? ഒരു മോള് അല്ലടാ ഇപ്പം സെറ്റ് ആഷ്ലി ആരാ? ഇവിടെ പഠിച്ചോ? മോളിപ്പോ എനിക്ക് തോന്നുന്നു കാണാനൊക്കെ നല്ല സുന്ദരി ഉണ്ടായിരുന്നു. ഇപ്പം എനിക്കൊന്ന് സെറ്റ് അല്ലടാ ജിബി ഇപ്പം സെറ്റിൽ ആയിരിക്കുന്ന ബാംഗ്ലൂരിലാണെന്ന് തോന്നുന്നു. യൂബി കാനഡയിലാണെന്ന് ഞാൻ അറിഞ്ഞു. കാനഡ നമ്മളോട് ഉണ്ടായിരുന്നോ? 9 മാത്രം. എനിക്കൊക്കെ ഇത്ര ഓർമ്മശക്തി ഉണ്ടോ? എനിക്ക് പിടി കിട്ടുന്നില്ല. ഇത് ആരാ പറയുന്നത്? ഒരു ഇടത് കൈ കൊണ്ട് എഴുതുന്ന ഒരു പെണ്ണില്ലായിരുന്നോ? ഇടത് കൈ കൊണ്ട് എഴുതും. തുള്ളിയൊക്കെ ആയിരുന്നു നടക്കുന്നത്, തുള്ളി ആ അത് തന്നെ. ആ അത് തന്നെ വത്സൽ സാറിന്റെ പെങ്ങടെ മോൻ. കുഞ്ഞ് 10 വർഷം കഴിഞ്ഞെങ്കിലും എനിക്ക് സ്കൂളിലെ ഒന്നും മറന്നിട്ടില്ല. അത് എന്ന് റിവൈൻഡ് ആയിട്ട് ഇങ്ങനെ ഓർക്കുന്നോണ്ടായിരിക്കാം. അല്ല ഞാൻ അവളുമായിട്ട് അവിടെ ഇടത് കൈ കൊണ്ട് എഴുതുന്നത് എന്നാ സ്പീഡിലാണ് എഴുതുന്നതെന്ന് അറിയോ? ആ നല്ല കൈയക്ഷരമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അവള് കഴിഞ്ഞ ദിവസം പെങ്ങടെ മോള് കാനഡയിലാണെന്നാ ഞാൻ അറിഞ്ഞേക്കുന്നത്. കാനഡ. ഇത് കട്ടായ പിന്നെ ആ പിന്നെ ഇനി ഇല്ല. ഇത് കഴിഞ്ഞാ പിന്നെ ഓക്കെ നമുക്ക് എല്ലാം കൂടെ ഒരു ദിവസം പറഞ്ഞിട്ട് കൂടണം. ഓക്കെ. അച്ഛാ ഞാൻ ഒരു കാര്യം പറയാം. 2 വാക്ക് പറഞ്ഞ് അങ്ങ് വൈൻഡപ്പ് ചെയ്തോ. അച്ഛൻ 2 വാക്ക് പറഞ്ഞ് അങ്ങ് വൈൻഡപ്പ് ചെയ്തോളാൻ. സെക്യുലർ മീറ്റർ അല്ല ഞാൻ പറഞ്ഞ 2 വാക്ക് പറഞ്ഞിട്ട് അങ്ങ് വൈൻഡപ്പ് ചെയ്യാൻ. അത് തന്നെ. ആ ഞാനിത് കോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സന്തോഷമായല്ലോ, ഒരാഴ്ചത്തേക്കുള്ളതായില്ലേ? സന്തോഷമായില്ലേ എന്നൊക്കെ എല്ലാരെയും കണ്ടു. സിനിമകളൊക്കെ എന്താ വരാന്? ഷൈജു ആദ്യം ഉണ്ടായിരുന്നു, വന്നിട്ട് പോയി. പാർട്ടി ഏതാണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു? ഓ ഞാനങ്ങ് മറന്നുപോയി. ഞാൻ ഇപ്പഴാ ഓർത്തത്, ഓടി ഒന്ന് ഫോൺ എടുത്തേ. സിയ വന്നിട്ട് പള്ളി പോയി. സിനി ഉണ്ടായിരുന്നു. സിനി പി വി.